ത്രിയേക ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം എപ്പോഴും വാഴ്ത്തപ്പെടുമാറാകട്ടെ. പരിശുദ്ധ കാതോലിക്ക ബാവ തിരുമനസ്, അഭിവന്യ പിതാക്കന്മാരെ, ഏറെ പ്രിയപ്പെട്ട വൈദിക ശ്രേഷ്ഠരെ, പ്രിയമുള്ള സിസ്റ്റേഴ്സ്, വൈദിക സെമിനാരി വിദ്യാർത്ഥികൾ ഉൾപ്പെടെ സഭയുടെ സ്ഥാനികൾ ഉൾപ്പെടെ ഇവിടെ ആയിരിക്കുന്ന എല്ലാവർക്കും സ്നേഹാഭിവാദനങ്ങൾ ആദ്യം തന്നെ അറിയിക്കുകയാണ്. പൗരസ്ത്യ കാതോലിക്കയും മലങ്കര മെത്രാപ്പോലിത്തയുമായ പരിശുദ്ധ ബസേലിയോസ് മാർത്തോമ പൗലോസ് തൃതീയൻ കാതോലിക്ക ബാവായുടെ മണമുള്ള ഓർമ്മകൾ നിറഞ്ഞു നിൽക്കുന്ന ഈ മനോഹര നിമിഷത്തിൽ ആ പിതാവിൻ്റെ ജീവിതത്തിലേക്ക് ഒന്ന് സഞ്ചരിക്കുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. സമകാലിക മലയാള സഹൃദയ ലോകത്ത് വളരെ ശ്രദ്ധയാകർഷിച്ച പുസ്തകമാണ് കമ്പളികണ്ടത്തെ കൽഭരണികൾ. അതിൻ്റെ പ്രവേശികയിൽ അഷ്ടമൂർത്തി എന്ന് പറയുന്ന എഴുത്തുകാരൻ ആ പുസ്തകത്തെ വിശേഷിപ്പിക്കുന്നത് ഇങ്ങനെയാണ്: നേരിൻ്റെ മഷി കൊണ്ടെഴുതിയ പുസ്തകം. ഞാൻ ആ പ്രയോഗത്തെ ഒന്ന് തിരുത്തിക്കൊണ്ട് പറയട്ടെ, നേരിൻ്റെ മഷി കൊണ്ട് എഴുതിയ ജീവിതമായിരുന്നു പരിശുദ്ധ പൗലോസ് ദ്വിതീയൻ കാതോലിക്ക ബാബ തിരുമനസിൻ്റെത്. പ്രത്യേകിച്ച് പുസ്തക പ്രകാശനങ്ങളുടെ ലോകത്ത് ഇന്ന് ഉള്ളടക്കങ്ങളെക്കാൾ പുറംചട്ടകൾക്ക് പ്രാധാന്യമേറുന്ന ഒരു കാലത്താണ് ജീവിക്കുന്നത്. അതുകൊണ്ട് തന്നെ പുസ്തകങ്ങളൊക്കെ പ്രകാശനം ചെയ്യുന്നതിന് മുൻപ് പുറംചട്ടകൾ പ്രകാശനം ചെയ്യുന്നത് ഒരു ചടങ്ങായി മാറിക്കൊണ്ടിരിക്കുന്ന ലോകത്തിന്റെ നടുവിൽ ഞാൻ പറയും, കണ്ടന്റ് കൊണ്ട്, ഉള്ളടക്കം കൊണ്ട് നമ്മളെ വിസ്മയിപ്പിച്ച പുസ്തകമായിരുന്നു പൗലോസ് ദ്വിതീയൻ ബാവായുടെ ജീവിതം. 1946 ഓഗസ്റ്റ് മാസം 30 ആരംഭിച്ച് 2021 ജൂലൈ മാസം 12 പരുമലയുടെ മണ്ണിൽ പൊലിയുമ്പോൾ ഏകദേശം 27,347 ദിനങ്ങളുള്ള മനോഹരമായ പേജുകൾ നിറയുന്ന ഒരു പുസ്തകമായി അത് രൂപപ്പെട്ടു. 27,347 ദിനങ്ങളുള്ള ഒരു മനോഹര പുസ്തകം. ആ പുസ്തകത്തിന്റെ ഉള്ളടക്കത്തെ 30 മിനിറ്റ് കൊണ്ട് ആവിഷ്കരിക്കുക എന്നുള്ളത് ഏറ്റവും ശ്രമകരവും അതോടൊപ്പം തന്നെ പ്രായോഗികമായി ഏറെ സാഹസികമായ വസ്തുതയുമാണ്. എന്നിരുന്നാലും വിശുദ്ധ അഗസ്തീനെ പറ്റി പറയുന്ന ഒരു സംഭവമുണ്ട്. ദൈവത്തിന്റെ മഹത്വത്തെ പറ്റിയും വർണ്ണനകളെ പറ്റിയും ചിന്തകളെ പറ്റിയും ധാരാളം പുസ്തകം എഴുതിയ മനുഷ്യനായിരുന്നു വിശുദ്ധ അഗസ്തീനോസ്. അദ്ദേഹം ഒരിക്കൽ കടൽ തീരത്ത് കൂടി നടക്കുമ്പോൾ ഒരു കാഴ്ച കണ്ടു. ഒരു കുട്ടി ഒരു ചെറിയ കുഴിയുണ്ടാക്കി തന്റെ കൈക്കുമ്പിളിൽ സമുദ്രജലം കോരിക്കൊണ്ടുവന്നൊഴിക്കുന്നു. ഒരു കൗതുകത്തോടെ വിശുദ്ധ അഗസ്തീനോസ് ആ കുട്ടിയെ ഒന്ന് സമീപിച്ചു. എന്നിട്ട് ചോദിച്ചു, നീ എന്താണ് ഇവിടെ ചെയ്യുന്നത്? അവൻ പറഞ്ഞ മറുപടി ഇതാണ്: ഞാൻ ഈ സമുദ്രത്തെ ഞാൻ കുഴിച്ച കുഴിയിലേക്ക് ആക്കുവാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അദ്ദേഹം ഒന്ന് ചിരിച്ചിട്ട് അവനെ ഒന്ന് കളിയാക്കി. അത് കഴിഞ്ഞപ്പോൾ അവൻ അങ്ങ് നിവർന്നു നിന്നു. എന്നിട്ട് വിശുദ്ധ അഗസ്തീനസിന്റെ മുഖത്തേക്ക് നോക്കിയിട്ട് പറയുകയാണ്, അങ്ങ് ചെയ്യുന്നതും ഇതുതന്നെയാണ്. ഈ പ്രപഞ്ചം നിറയുന്ന ദൈവത്തെ പുസ്തകങ്ങളിൽ ഒതുക്കുവാൻ ശ്രമിക്കുന്ന കാഴ്ച. ഇതേ പരിമിതിയാണ് പരിശുദ്ധ പൗലോസ് ദ്വിതീയൻ കാതോലിക്ക ബാവ തിരുമനസിന്റെ ജീവിതത്തെ 30 മിനിറ്റിന്റെ ചട്ടക്കൂട്ടിൽ ഒതുക്കുവാൻ പരിശ്രമിക്കുന്നത് എന്നുള്ളത് ആമുഖമായി ഞാൻ ഓർക്കുകയാണ്. സദൃശ്യവാക്യങ്ങൾ 21 അധ്യായം 21 വാക്യത്തിൽ ഇങ്ങനെ ജ്ഞാനിയായ ശലോമോൻ കുറിക്കുന്നു: നീതിയും ദയയും പിന്തുടരുന്നവർ ജീവനും നീതിയും മാനവും കണ്ടെത്തും. ഒരിക്കൽ കൂടി സദൃശ്യവാക്യങ്ങൾ 21:21 നീതിയും
ദയവും പിന്തുടരുന്നവൻ ജീവനും നീതിയും മാനവും കണ്ടെത്തും. ഞാൻ പറയും, ഈ ലോകത്ത് ജീവിക്കുമ്പോ എന്തെങ്കിലുമൊക്കെ സമ്പാദ്യങ്ങൾ നമ്മൾ നേടുന്നവരാണ്. ദൈവകൃപയെ സമ്പാദ്യമായി കരുതിയ പിതാവാണ് പരിശുദ്ധ പൗലോസ് ബാവ. കാരണം തിങ്കളാഴ്ച വൈകുന്നേരത്തെ സാധാരണ നമസ്കാരത്തിൽ നമ്മൾ പ്രാർത്ഥനാപൂർവം പാടുന്നുണ്ട്, തരമുള്ളപ്പോൾ കർത്താവിന്റെ കൃപ സമ്പാദിക്കണമെന്ന്. തരമുള്ളപ്പോൾ കർത്താവിന്റെ കൃപ സമ്പാദിക്കണമെന്ന്. ഞാൻ പറയും, കൃപ സമ്പാദിച്ചവന് ആകുലതകൾ തെല്ലുമില്ല. ഒന്നോർത്തു നോക്കിക്കേ, ദാവീദ് ഗോല്യാത്തിനെ നേരിടാൻ പോകുന്നത് വലിയ ആയുധങ്ങൾ കൊണ്ടല്ല. നമുക്കറിയാം, മോശ ഫറവോനെ അഭിമുഖീകരിക്കാൻ പോകുന്നത് ഒരൊറ്റ വടിയുടെ അകമ്പടിയോടെയാണ്. അൽബേനിയയിൽ നിന്ന് മദർ തെരേസ കൽക്കട്ടയിലേക്ക് വരുന്നത് തന്റെ ബാഗിൽ കരുതിയിരുന്ന 5 രൂപ കൊണ്ടാണ്. പരിശുദ്ധ പൗലോസ് കാതോലിക്ക ബാവ തിരുമനസിന്റെ ജീവിതത്തെ ഒന്ന് വിശകലനം ചെയ്യുമ്പോൾ കുന്നംകുളത്ത് ഇപ്പോൾ നിൽക്കുന്ന അരമന, അദ്ദേഹം അവിടേക്ക് ചെല്ലുമ്പോൾ അവിടെ അരമനയില്ല. കയറിക്കിടക്കുവാൻ നമുക്കറിയാം വിശാലമായ സൗകര്യങ്ങളൊന്നുമില്ല. 7 ഏക്കർ വരുന്ന ആ സ്ഥലത്തിന് അഡ്വാൻസ് കൊടുത്തിട്ട് വെറുതെ കാത്തിരിക്കുക. കാരണം കയ്യിലെങ്ങും 5 പൈസയും തിരുമേനിയുടെ കയ്യിലില്ല. പല ആളുകളും പഴി പറയുന്നുണ്ട്. കഴിഞ്ഞ വർഷം 10 ലക്ഷം രൂപയ്ക്ക് തരാമെന്ന് പറഞ്ഞ വസ്തുവാണ് തിരുമേനി 14 ലക്ഷത്തിന് കരാറാക്കി വെച്ചിരിക്കുന്നത്. ഒന്ന് ഓർത്തു നോക്കിക്കേ. ഇടയ്ക്ക് ഒരു വരുമാനവും ഇല്ലാതെ വന്നപ്പോൾ മനസ്സുകൊണ്ട് ചിന്തിച്ചു, 70,000 രൂപ വിലയുള്ള അദ്ദേഹത്തിന്റെ അംബാസഡർ കാറ് വിൽക്കാം. ഒന്ന് ആലോചിക്കുക. എവിടെയോ ചില പരിമിതികൾ. എന്നാൽ ആ വേദന നിറഞ്ഞ നിമിഷങ്ങളിൽ തിരുമേനിയുടെ വാക്കുകൾ ഇങ്ങനെയാണ്: കുന്നംകുളത്തിന്റെ പരിസരത്ത് വളരെ പിശുക്കനായ ഒരു മനുഷ്യനുണ്ടായിരുന്നു. അദ്ദേഹം ആ പിശുക്ക് കാണിച്ചത് എന്തിനു വേണ്ടിയാണെന്നറിയണ്ടേ? എന്നെ കരുതുവാൻ വേണ്ടിയാണ്. ഒരു സന്ധ്യയ്ക്ക് കയറി വന്ന് ആ മനുഷ്യൻ എന്നെ സഹായിക്കാമെന്ന് വാക്ക് നൽകുമ്പോൾ കുത്തിപ്പറിക്കുന്ന വിമർശിക്കുന്ന മനുഷ്യർക്കു നടുവിൽ അദ്ദേഹം കഴുകനെ പോലെ ഉയരങ്ങളിലേക്ക് പറന്നുയർന്നു. ആ ചിറകുകളുടെ ശക്തി മറ്റൊന്നുമായിരുന്നില്ല, പ്രാർത്ഥനയായിരുന്നു. ഒരു കാര്യം ഓർക്കുക, കയ്യിൽ ഒരു മൂലധനവുമില്ലാതെ 7 ഏക്കർ വസ്തു പരിശുദ്ധ സഭയ്ക്ക് വേണ്ടി, കുന്നംകുളം മെത്രാസനത്തിന് വേണ്ടി സ്വന്തമാക്കുമ്പോൾ ദൈവകൃപയുടെ തണലിൽ ജീവിതത്തെ എങ്ങനെ മുൻപോട്ട് കൊണ്ടുപോകാമെന്ന് ആ പിതാവ് പഠിപ്പിച്ചു. ഒപ്പം മറ്റൊരു കാര്യം കൂടി ആ പിതാവിന്റെ ഭാഷയിൽ തന്നെയാണ് ഞാൻ പറയുന്നത്. 2011 സെപ്റ്റംബർ മാസം 11-ാം തീയതി വിശുദ്ധ കുർബാന കഴിഞ്ഞ് ദേവലോകത്ത് തന്റെ കസേരയിൽ ഇരിക്കുമ്പോൾ ഒരു ഫോൺ കോൾ കണ്ടനാട്ട് നിന്ന് സേവറിയസ് തിരുമേനിയാണ്. തിരുസങ്കടമുണ്ട്, ബാബ അവിടേക്കൊന്ന് വരണം. മറ്റൊന്നും ആലോചിച്ചില്ല, അടുത്ത നിമിഷം അവിടേക്ക് ചെല്ലുമ്പോൾ അഭിവന്യ സേവറിയസ് തിരുമേനിയും അത്താനാസ്യോസ് തിരുമേനിയും കോനാട്ടച്ഛനും ആ ഇടവകയുടെ വികാരിയായ ജേക്കബ് കുര്യൻ അച്ഛനും ഒക്കെ ഇങ്ങനെ വിഷമിച്ച് അവിടെ ഇരിപ്പുണ്ട്. കാരണം നിയതമായ കോടതി വിധിയുടെ അടിസ്ഥാനത്തിൽ അവിടേക്ക് കയറുവാൻ ചെന്നപ്പോൾ നേരിടേണ്ടി വന്ന നിഷേധാത്മ ചിന്തകൾക്ക് നടുവിൽ, വളരെ വിഷമത്തോടിരിക്കുന്ന ഒരു സമൂഹത്തിന്റെ നടുവിൽ പരിശുദ്ധ പിതാവ് ചേർന്ന് നിന്നു. എന്നിട്ട് ചോദിച്ചു, ഞാൻ എന്താണ് വേണ്ടത്? പരിശുദ്ധ ബാവ തിരുമേനി ഈ സമരത്തിന് നേതൃത്വം കൊടുക്കുവാൻ തയ്യാറാവുകയാണ്. 2011 സെപ്റ്റംബർ 11 ഞായറാഴ്ച വൈകുന്നേരം 5 മണിക്ക് തുടങ്ങി. 2011 സെപ്റ്റംബർ 18 ഞായറാഴ്ച രാത്രി 11 മണിക്ക് അവസാനിച്ച ഉപവാസയജ്ഞം മലങ്കര സഭയുടെ മുഴുവൻ ശ്രദ്ധ പിടിച്ചു പറ്റിയെന്ന് മാത്രമല്ല, അധികാരികളുടെ ശരിക്കും പറഞ്ഞാൽ സ്വസ്ഥത കെടുത്തുന്ന ഒരു തലമായി മാറി. അതിന്റെ ശക്തമായ, പ്രത്യേകിച്ച് അതിനെക്കുറിച്ച് പിതാവ് എഴുതുന്നത്, ഞാൻ ദേവലോകത്ത് നിന്ന് പോകുമ്പോൾ വസ്ത്രമെടുത്തിട്ടില്ല, മരുന്ന് എടുത്തിട്ടില്ല, പണം കയ്യിൽ കരുതിയിട്ടില്ല, വെറും കൈയോടെയാണ് ഞാൻ അവിടെ ചെന്നത്. എന്നാൽ 2 മിനിറ്റ് ചാപ്പലിൽ നടത്തിയ പ്രാർത്ഥനയാണ് എന്നെ ആ സമരത്തിന് കരുത്തും ശക്തിയും നൽകി ഉയർത്തിയത് എന്ന പിതാവ് കുറിക്കുമ്പോൾ
ഓർക്കുക പ്രിയപ്പെട്ടവരെ, ദൈവകൃപയെ സമ്പാദ്യമാക്കിയ പിതാക്കന്മാർ നമുക്ക് നല്ല മാതൃകയായി നിലനിൽക്കേണ്ടത് ആവശ്യമാണ്. അതേ മനസ്സു തന്നെയായിരുന്നു രോഗം നിർണയിക്കപ്പെട്ട് പരുമലയിലാക്കുമ്പോൾ ആ പിതാവ് പറഞ്ഞ വാക്കുകളാണ്: എനിക്കൊരു വിദേശ ചികിത്സയും വേണ്ട, ഞാൻ പരുമല ചികിത്സിച്ചോളാം. അതിന് അദ്ദേഹത്തിന് ഒരു കാരണം കൂടിയുണ്ട്. ഒരു യുവാവായിരിക്കുമ്പോൾ പരുമലയിലേക്ക് അദ്ദേഹം വരുമ്പോൾ, അവിടുത്തെ ധ്യാന മന്ദിരത്തിൽ ഉറങ്ങുമ്പോൾ അദ്ദേഹം കണ്ട ഒരു സ്വപ്നമുണ്ട്. ആ സ്വപ്നം മറ്റൊന്നുമല്ല, പരിശുദ്ധ പരുമല തിരുമേനി തന്റെ അംശവസ്ത്രത്തിൽ ആ യുവാവിനെ ഇങ്ങനെ പൊതിയുന്നൊരു ചിത്രം. പ്രിയപ്പെട്ടവരെ, ആ ഒരൊറ്റ ജീവിക്കുന്ന ദർശനമാണ് ആ പിതാവെടുത്ത ശുദ്ധമായ തീരുമാനത്തിന്റെ ബലമെന്ന് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് ഈ ലോകത്ത് ഈ പിതാവ് നമ്മളെ പഠിപ്പിക്കുന്ന ശക്തമായ ഒന്നാമത്തെ ചിന്ത ഇതാണ്: തരമുള്ളപ്പോൾ കൃപ സമ്പാദിക്കുക. ഇതാണ് അടിസ്ഥാനപരമായി വേണ്ടത്. 2, അദ്ദേഹം നമ്മളെ വിസ്മയിപ്പിച്ചത് നിലപാടുള്ള ജീവിതം കൊണ്ടാണ്. നിലപാടുള്ള ജീവിതം കൊണ്ടാണ് ആ പിതാവ് നമ്മളെ വിസ്മയിപ്പിച്ചത്. പ്രത്യേകിച്ച് സദൃശവാക്യങ്ങൾ 10-ാം അധ്യായം 9-ാം വാക്യത്തിൽ പറയുന്നു: നേരായി നടക്കുന്നവൻ നിർഭയനായി നടക്കുന്നു. നേരായി നടക്കുന്നവൻ നിർഭയനായി നടക്കുന്നു. ആ പിതാവിന്റെ വാക്കുകൾ ഇങ്ങനെയാണ് നിലപാടിനെ പറ്റി. നിൽക്കേണ്ടിടത്ത് നിൽക്കുന്നതിന് പറയുന്ന പേരാണ് നിലപാട്. നിൽക്കേണ്ടിടത്ത് നിൽക്കുന്നതിന് പറയുന്ന പേരാണ് നിലപാട്. നിലപാടില്ലാത്തവൻ നിലം തെറ്റും. നിലപാടില്ലാത്തവൻ നിലം തെറ്റുമെന്ന് ആ പിതാവ് വളരെ കൃത്യമായി ഓർമ്മിപ്പിക്കുന്നു. പ്രത്യേകിച്ച് നമ്മൾ ഓർക്കണം, നോർമൻ കസിൻ എന്ന് പറയുന്ന ചിന്തകൻ ടോക്സ് വിത്ത് നെഹ്റു എന്ന് പറയുന്ന നെഹ്റുവുമായിട്ടുള്ള ഒരു വലിയ സംഭാഷണത്തിന്റെ പുസ്തകം പ്രസിദ്ധീകരിച്ചു. ഇന്ത്യയുടെ വിഭജന കാലഘട്ടമാണ്. ഇന്ത്യയുടെ വിഭജന കാലഘട്ടമാണ്. വർഗീയ ലഹള ഇന്ത്യയിൽ ശക്തമായി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഹിന്ദു മുസ്ലിം ലഹള. ഒരു ദിവസം ഒരു വലിയ ബഹളം കേട്ടാണ് ജവഹർ തെരുവിലേക്ക് ഓടി ചെല്ലുന്നത്. നോക്കുമ്പോൾ ഒരു മുസ്ലിം കച്ചവടക്കാരനെ കുറെ പേര് വളഞ്ഞിട്ട് ആക്രമിക്കുകയാണ്. നെഹ്റു ചെയ്തതെന്തെന്നറിയാമോ? ഓടിച്ചെന്ന് ആ മനുഷ്യനെ കെട്ടിപ്പിടിച്ച് പൊതിഞ്ഞു. അപ്പോൾ ആ കലാപകാരികൾ ഉച്ചത്തിൽ പറഞ്ഞു: എടാ, ജവഹർ ഇവിടെയുണ്ട്, നമുക്ക് രക്ഷപ്പെടാം. എടാ, ജവഹർ ഇവിടെയുണ്ട്, നമുക്ക് രക്ഷപ്പെടാം. പ്രിയപ്പെട്ടവരെ, നിലപാടുള്ള ഒരു പ്രധാനമന്ത്രിയെ പറ്റി അന്നത്തെ കലാപകാരികൾ പറഞ്ഞ വാക്കുകൾ അതാണെങ്കിൽ, ഞാൻ പറയും നിലപാടുള്ള ഒരു പരിശുദ്ധ കാതോലിക്ക ബാവ, പൗലോസ് ദിദിയൻ കാതോലിക്ക ബാബയിലൂടെ ഈ സഭയ്ക്കുണ്ടായിരുന്നു എന്നുള്ളത് നമ്മൾ ഓർക്കുമ്പോൾ, അന്ന് നമ്മൾ ഓർക്കണം, ആ ധൈര്യം, അത് നൽകിയ ഷെൽട്ടർ, അത് നൽകിയ കരുതൽ, അത് വളരെ വലുതായിരുന്നു. പരിശുദ്ധ പിതാവിന് ഈ സഭയെ പറ്റി വളരെ ശക്തമായ ബോധ്യമുണ്ടായിരുന്നു. ഇനിയും ഒരു അനുരഞ്ജനത്തിന്റെ പേരിൽ ഈ സഭ ചതിക്കപ്പെടരുതെന്ന് ഹൃദയപൂർവ്വം ആഗ്രഹിച്ച പിതാവാണ്. ഇനിയും അനുരഞ്ജനത്തിന്റെ പേരിൽ ഈ സഭ ചതിക്കപ്പെടരുതെന്ന് ആവർത്തിച്ചു പറഞ്ഞു പ്രാർത്ഥിച്ച പിതാവാണത്. കാരണം 1958 സംഭവിച്ച അനുരഞ്ജനത്തിന്റെ 1970 സമാപിക്കുമ്പോൾ, അതില്ലാതെയാകുമ്പോൾ, അന്ന് സെമിനാരി വിദ്യാർത്ഥിയായിരുന്ന അന്നത്തെ KI പോൾ എന്ന് പറയുന്ന ഒരു സാധാരണക്കാരന്റെ മനസ്സിൽ അതിന്റെ വേദന എത്രത്തോളം വലുതായിരുന്നുവെന്ന് തിരിച്ചറിയണം. ഇന്ത്യ ചരിത്രത്തെക്കുറിച്ച് സുധാമേനോൻ എഴുതുന്ന വാക്കുകൾ ഇങ്ങനെയാണ്: ഒരിക്കലും വിഭജനത്തിന്റെ ഭയാനതകളോ ഹൃദയം പിളർക്കുന്ന ഓർമ്മകളോ അല്ല നമ്മളെ നയിക്കേണ്ടത്. ജനാധിപത്യത്തിലും നീതിയിലും സംവാദത്തിലും ബഹുസ്വരതയിലും സർവോപരി സംരക്ഷിക്കപ്പെടേണ്ട ഭരണഘടനയുള്ള പ്രതിബദ്ധതയാണ് നമുക്കുണ്ടാകേണ്ടത്. ഇതുതന്നെയാണ് പിതാവ് പറഞ്ഞത്. നീതിയിലും സംവാദത്തിലും ബഹുസ്വരതയിലും ആ പിതാവ് ചർച്ചയ്ക്ക് തയ്യാറായിരുന്നു. ആ ചർച്ച എങ്ങനെയുള്ള സമാധാനമെന്ന് ചോദിച്ചാൽ, നിയതമായ ഇന്ത്യയുടെ നീതി വ്യവസ്ഥയ്ക്ക് നിരക്കുന്ന തീരുമാനങ്ങൾക്ക് അടിസ്ഥാനപ്പെട്ടുകൊണ്ടുള്ള സമാധാനത്തിന് ആ പിതാവ് തയ്യാറായിരുന്നു. അതിന്റെ കാരണം, അദ്ദേഹത്തിന്റെ മനസ്സിൽ ഒരു സ്വപ്നമുണ്ടായിരുന്നു. ആ സ്വപ്നം മറ്റൊന്നുമല്ല, വ്യവഹാര രഹിത സഭ.
എന്റെ അടുത്ത തലമുറയെ വ്യവഹാരത്തിലേക്ക് തള്ളിവിടാൻ ഞാൻ ആഗ്രഹിക്കാത്തത് കൊണ്ട് നിയതമായ ഒരു സമാധാനത്തിന് വേണ്ടി കാക്ഷിച്ച പിതാവായിരുന്നു പരിശുദ്ധ പൗലോസ്തുതിയൻ കാതോലിക്ക ബാബ. ആ പിതാവിനെ പറ്റി എഴുതുന്നൊരു ചിന്ത ഇങ്ങനെയാണ്: മുഖം കണ്ണാടിയാക്കിയ പിതാവ്. അകവും മുഖവും ഒരുപോലെയായിരുന്നു ആ പിതാവിന്. പരിശുദ്ധ വട്ടശ്ശേരി തിരുമേനിയെ പറ്റി ഒരു ചിന്തകൻ കുറിക്കുന്നത് ഇങ്ങനെയാണ്: 25 വർഷം തീച്ചൂളയിൽ മുൾമുനയിൽ നിന്ന് നയിച്ച മനുഷ്യൻ, നയിച്ച പുണ്യവാൻ എന്നാണ് കുറിക്കുന്നത്. 10 വർഷം, ഏകദേശം 10-ലേറെ വർഷം ഈ സഭയ്ക്ക് നേതൃത്വം കൊടുക്കുമ്പോൾ ഓർക്കുക, അദ്ദേഹം ഒരിക്കലും തകർന്നിട്ടില്ല. ഭീഷണികൾ വരുമ്പോൾ അദ്ദേഹം ഉപയോഗിച്ച ഒരു നാട്ടുഭാഷ ഇതാണ്: വെടിക്കെട്ടുകാരനെ ഉടുക്കുകൊട്ടി പേടിപ്പിക്കരുത്. വെടിക്കെട്ടുകാരനെ ഉടുക്കുകൊട്ടി പേടിപ്പിക്കരുത്. ഓർക്കുക, നിലപാടുള്ള ഒരു നേതൃത്വം. എന്റെ സഭയുടെ ഉൾഭരണ സ്വാതന്ത്ര്യം, സ്വയം ശീർഷകത്വം അതിന്റെ ഉത്തരവാദിത്തമാണെന്ന് ഹൃദയത്തിൽ പേറുവാൻ തക്കവണ്ണം ആ പിതാവിന് സാധിച്ചു. ഒരൊറ്റ ചിന്ത കൂടി നിങ്ങളുടെ മനസ്സിലേക്ക് കൊണ്ടുവരാം. നിഷ്കളങ്കത കൊണ്ട് അടയാളപ്പെടുത്തിയ ജീവിതമായിരുന്നു പരിശുദ്ധ പിതാവിൻ്റെത്. നിഷ്കളങ്കത കൊണ്ട് അടയാളപ്പെടുത്തിയ ജീവിതമായിരുന്നു പരിശുദ്ധ പിതാവിൻ്റെത്. അദ്ദേഹം നിഷ്കളങ്കത എങ്ങനെ രൂപപ്പെടുത്തിയെന്ന് ചോദിച്ചാൽ 2 തലം കൊണ്ടാണ്. ഒന്ന്, പ്രാർത്ഥന ജീവിതം കൊണ്ടാണ്. നമുക്കറിയാം, യാമപ്രാർത്ഥനകൾക്കപ്പുറത്ത് അദ്ദേഹത്തിന്റെ കയ്യിൽ സ്വകാര്യമായ പ്രാർത്ഥന ഷീട്ടുകൾ ഉണ്ടായിരുന്നു. ഇത് കിടക്കയിൽ നിരത്തി വെച്ച് ഓരോരുത്തരുടെ ഓർക്കേണ്ടതായ പേരുകൾ ഓർത്ത് മണിക്കൂറുകളോളം പ്രാർത്ഥിക്കുമായിരുന്നു. അത് പുറം ലോകത്തെ വെളിപ്പെടുത്താൻ ആ പിതാവ് ഒരിക്കലും ആഗ്രഹിച്ചില്ല. എനിക്ക് തോന്നുന്നു ആ ബാച്ചിൽപ്പെട്ട തിരുമേനിമാരുടെ ഒരു പ്രധാനപ്പെട്ട സവിശേഷത, പ്രത്യേകിച്ച് മിലിത്യോസ് തിരുമേനിയുടെ അതേ സമയത്ത് ഏറ്റവും സീനിയറായിട്ട് വായിച്ചതാണ് എപ്പിഫാനിയോസ് തിരുമേനി. തിരുമേനിയെ പറ്റി പറയുന്ന കാര്യവും ഞാൻ കേട്ടിട്ടുണ്ട്. അതായത് തിരുമേനിയുടെ മുറിയിലേക്ക് കയറി ചെല്ലുമ്പോൾ അദ്ദേഹം വേദപുസ്തകം വായിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ ആരും കാണാതിരിക്കാൻ വേണ്ടി പെട്ടെന്നെടുത്ത് കഥകടച്ചത് മറച്ചു വെക്കും. കാരണം പ്രാർത്ഥന പ്രകടനപരതയ്ക്കല്ല, മറിച്ച് ആന്തരികമായ ശക്തിക്കും വിശുദ്ധീകരണത്തിനുമാണെന്ന് കരുതിയ പിതാവാണ് പരിശുദ്ധ പൗലോസ്തുതിയൻ കാതോലിക്ക ബാവ. അദ്ദേഹത്തിന്റെ നിഷ്കളങ്കതയുടെ ഒരു ഭാഗം അതാണെങ്കിൽ രണ്ടാമത്തെ ഭാഗം ഏതാണെന്ന് ചോദിച്ചാൽ മനുഷ്യ സ്നേഹം ആണ്. ഒരു പക്ഷേ ആ പിതാവിന്റെ കാലഘട്ടത്തിൽ ഞാൻ പറയും ദേവലോകം ഒരു മനുഷ്യലോകമായിരുന്നു. ഒരു പക്ഷേ സഭയുടെ ഗാത്രത്തിൽ വലിയ പേരോ പദവിയോ ഇല്ലാത്ത സാധാരണക്കാരായ ഒത്തിരി മനുഷ്യർ ആശയോടെയും പ്രതീക്ഷയോടെയും സന്തോഷത്തോടെയും കയറിയിറങ്ങി മടങ്ങിക്കൊണ്ടിരുന്ന ഒരു കാലം. അതിന്റെ പ്രതിഫലനമാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അതായത് 2021 ജൂലൈ മാസം 11-ാം തീയതിയും 12-ാം തീയതിയും പരുമലയുടെ ചുറ്റുവട്ടങ്ങളിൽ നമുക്കറിയാം ഓരോ തൂണിലും ചാരി നിന്ന് ഓരോ കല്ലിലും പോയിരുന്ന് പൊട്ടിക്കരയുന്ന അനേകം ചെറുപ്പക്കാരെ നമുക്ക് കാണാൻ കഴിയും. അവരുടെ കണ്ണുനീർ ഇനിയും തോർന്നിട്ടില്ല, അവരുടെ പ്രതീക്ഷകൾ ഇനിയും കെട്ടിട്ടില്ല. പ്രത്യേകിച്ച് മനുഷ്യ സ്നേഹത്തെ പറ്റി ധാരാളം എഴുതിയ എഴുത്തുകാരനാണ് വിക്ടർ ഹ്യൂഗോ. അദ്ദേഹത്തിന്റെ മനോഹരമായ ഒരു നോവലാണ് ദ ടോയ്ലേറ്റ്സ് ഓഫ് ദ സീ എന്ന് പറയുന്ന ഗ്രന്ഥം. അതിലെ നായകനാണ് ഗില്ലിയറ്റ് എന്ന് പറയുന്ന വ്യക്തി. ഈ ഗില്ലിയറ്റിന്റെ അപ്പൻ ഒരു കൂട്ടിക്കൊടുപ്പുകാരനാണ്, അമ്മ ഒരു വ്യഭിചാരിണിയാണ്. ഈ മനുഷ്യൻ കടലോരത്താണ് താമസിക്കുന്നത്. കടലിന്റെ എല്ലാ രൂക്ഷതയും ഈ മനുഷ്യന്റെ സ്വഭാവത്തിലുണ്ട്. ജീവിതത്തിൽ ഒരിക്കൽ പോലും ചിരിച്ചിട്ടില്ലാത്ത മനുഷ്യൻ. അദ്ദേഹത്തിന്റെ പേര് മറ്റൊരാൾ വിളിക്കുന്നത് പോലും ഇഷ്ടമല്ല. അദ്ദേഹത്തെ എല്ലാവർക്കും പേടിയാണ്. ഒരു ഭീവത്സ രൂപം. ഈ മനുഷ്യൻ ഒരു ദിവസം ഈ കടപ്പുറത്തൂടെ നടന്നു പോകുമ്പോൾ തിരിഞ്ഞു നോക്കുമ്പോഴുണ്ട് ഒരു കൊച്ചു പെൺകുട്ടി ഈ മനുഷ്യനെ പിന്തുടരുന്നു. ഒരു കുഞ്ഞു പാവാടക്കാരി, ഒരു കുഞ്ഞു പെൺകുട്ടി. വീണ്ടും വീണ്ടും ഇദ്ദേഹം തിരിഞ്ഞു നോക്കുകയാ. അദ്ദേഹം തിരിഞ്ഞു നോക്കുമ്പോഴെല്ലാം ഈ പെൺകുട്ടി ഇദ്ദേഹത്തെ പിന്തുടരുകയാണ്. കുറച്ചു കഴിഞ്ഞ് അവൾ ഉച്ചത്തിൽ ഒന്ന് ചിരിച്ചു. ചിരിച്ചിട്ട് കുനിഞ്ഞിരുന്ന് എന്തോ എന്ന് എഴുതിയിട്ട്
ഈ മനുഷ്യൻ ഈ പെൺകുട്ടി ഓടിപ്പോയി. ഈ മനുഷ്യൻ തിരിച്ചു വന്നു. അവള് എഴുതിയത് എന്താണെന്ന് കാണാൻ ആ മണൽ പരപ്പിൽ അവൾ കുറിച്ച വാക്ക് ഇങ്ങനെയായിരുന്നു. അദ്ദേഹത്തിന്റെ പേര് ഗില്ലറ്റ് എന്നാണ് എഴുതിയിരുന്നത്. ചിരിച്ചുകൊണ്ട് ഓടിപ്പോയ ആ പെൺകുട്ടിയെ നോക്കിയിട്ട് വിക്ടർ ഹ്യൂഗോയുടെ ഈ കഥാപാത്രം ഉണ്ടല്ലോ, അവിടെ കുനിഞ്ഞിരുന്ന് വല്ലാതെ കരയുകയാണ്. ഞാൻ ഇത്രയും ക്രൂരനായിട്ടും എന്റെ പേരെഴുതുവാൻ തക്കവണ്ണം എന്നെ സ്നേഹിക്കുന്ന ഒരാളെങ്കിലും ഈ ലോകത്തുണ്ടല്ലോ എന്നുള്ള ബോധ്യമാണ് ഗില്ലറ്റ് എന്ന് പറയുന്ന മനുഷ്യനെ തുടർന്ന് ജീവിക്കാൻ പ്രേരിപ്പിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ഈ ദേവലോകത്തേക്ക് കടന്നു വരുമ്പോൾ പരിശുദ്ധ പിതാവിൽ നിന്ന് ഏറ്റുവാങ്ങിയ സ്നേഹം അത് വ്യത്യസ്തമായ തലങ്ങളിലാണ്. ആതിഥേയത്വത്തിന്റെ സൂപ്പർലേറ്റീവ് എന്നൊക്കെ നമുക്ക് വിശേഷിപ്പിക്കാം. പട്ടമേറ്റ് ഞാൻ ആദ്യത്തെ കുർബാന ചൊല്ലുന്നത് ചിറളയം പള്ളിയിലാണ്. ആ ഞായറാഴ്ച ആ തലേന്ന് സന്ധ്യക്ക് ആർത്തരമനെ ആയിരിക്കുന്ന സമയത്ത് സന്ധ്യയായപ്പോൾ നമസ്കാരം കഴിഞ്ഞ് കയറി വരുന്നു. എന്നിട്ട് ചോദിക്കുക, കുട്ടിയെ പുതപ്പുണ്ടോ? എന്നിട്ട് ഓടി അങ്ങ് കയറിപ്പോയി. എന്നിട്ട് ബാത്റൂമിൽ ചെന്നിട്ട് സോപ്പുണ്ടോ, എണ്ണയുണ്ടോ, പുതപ്പുണ്ടോ? ഈ കരുതലിന് പറയുന്ന പേരാണ്, ഈ കരുതലിന് പറയുന്ന പേരാണ് നിഷ്കളങ്കമായ സ്നേഹം. അതുകൊണ്ടാണ് പരുമലയുടെ ഓരങ്ങളിൽ അനേകർ നിലവിളിച്ചതിന്റെ അടിസ്ഥാന കാരണം അതുതന്നെയാണ്. ബാങ്കുകൾ കടമെഴുതി തള്ളുന്നതിന് ചില പ്രോസസ് ഉണ്ട്. അതിനേക്കാൾ വേഗത്തിൽ മനുഷ്യനെ എഴുതി തള്ളുന്ന ഒരു കാലത്തിന്റെ നടുവിൽ മനുഷ്യരെ ചേർത്ത് പിടിച്ച ആ പിതാവിന്റെ ജീവിതം എത്ര സുന്ദരമായിരുന്നു എന്ന് നമ്മൾ ഓർത്തിരിക്കേണ്ടത് ആവശ്യമാണ്. 5ാമത്തെ വയസ്സിൽ സൺഡേ സ്കൂൾ ക്ലാസ്സിൽ പോൾ കേട്ട ഒരു മഹത്തായ സത്യമുണ്ട്. അത് മറ്റൊന്നുമല്ല, സ്വർഗമുണ്ടെന്ന്. അന്ന് മുതൽ ആ 5 വയസ്സുകാരൻ ആഗ്രഹിക്കുന്ന എന്താണെന്നറിയാവോ? നാളികേരത്തിന്റെ നാട്ടിൽ എനിക്കൊരിത്തിരി മണ്ണ് വേണമെന്ന പാട്ടുപോലെ അന്ന് ഹൃദയത്തിൽ കൊണ്ടു നടന്ന സ്വപ്നമായിരുന്നു, എനിക്ക് സ്വർഗത്തിൽ ഒരിത്തിരി ഇടം വേണമെന്ന്. പ്രിയപ്പെട്ടവരെ, ഈ ലോകത്തെ ജീവിതം വിട്ട് ആ പിതാവ് സ്വർഗത്തിലേക്ക് പോകുമ്പോൾ നമ്മൾ ഓർക്കണം, അദ്ദേഹം തൈലാഭിഷേകം നടത്തി. കുംഭസാര ഗുരുവിനെ വിളിച്ചു വരുത്തി കുംഭസാരിച്ചു. പ്രാർത്ഥന നിർഭരമായ ഒരന്തരീക്ഷം. അത്യുന്നതങ്ങളിൽ സ്വർഗീയ മാലാഖമാർ സ്തുതിക്കുന്നത് പോലെ എന്ന മനോഹരമായ മാലാഖമാരുടെ കീർത്തനങ്ങൾ പാടി നിറയുമ്പോൾ ചുറ്റുവട്ടങ്ങളിൽ അനേകം ചെറുപ്പക്കാർ, അനേകം സാധാരണക്കാർ കണ്ണീരൊഴുക്കി പ്രാർത്ഥിക്കുമ്പോൾ സ്വർഗത്തിന്റെ ഉന്നത തലങ്ങളിലേക്ക് എടുക്കപ്പെടുമ്പോൾ 5 വയസ്സുകാരന്റെ സ്വപ്നം നിവർത്തിയാവുകയായിരുന്നു. സ്വർഗത്തിൽ ഒരിത്തിരി ഇടം ബാക്കിയുണ്ടെന്ന് പവിത്രൻ തീക്കുനിയുടെ ഒച്ചയെന്ന് പറയുന്ന ഒരു കവിതയുണ്ട്. അതുകൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. അതിങ്ങനെയാണ്: ഒരലർച്ചയും കുറച്ചു നാളായി എന്നെ ബാധിക്കുന്നേയില്ല. എന്നോട് പറയാം, ഒരലർച്ചയും കുറച്ചു നാളായി എന്നെ ബാധിക്കുന്നേയില്ല. ചെവിക്കൊരു കുഴപ്പമില്ല, അവ അനുസരണയോട് അവിടെ തന്നെ ഉണ്ട്. പക്ഷേ ഒരൊച്ചയും എന്നെ ഇന്നുവരെ ബാധിക്കുന്നേയില്ല. ഓർക്കുക, നിലപാടുകളുടെ വഴിതെളിച്ച ആ പിതാവിന്റെ സ്മരണയിൽ നിലപാടോടെ മുന്നേറുവാൻ ഈ പരിശുദ്ധ സഭയ്ക്ക് കഴിയട്ടെ എന്ന പ്രാർത്ഥനയോടെ ആ ധന്യജീവിതത്തിന്റെ മുമ്പിൽ നമോവാകം അർപ്പിച്ചുകൊണ്ട് എന്നെ ഇതിലേക്ക് ക്ഷണിച്ച അഭിവന്യ പരിശുദ്ധ തിരുമേനിയോടും ഒപ്പം തന്നെ അഭിവന്യ തിരുമേനിമാരോടും ദേവലോക അരമനയുടെ മാനേജർ ഏറെ പ്രിയപ്പെട്ട യാക്കോബ് റംബാച്ചനോടും എല്ലാവരോടുമുള്ള സ്നേഹവും നന്ദിയും അറിയിച്ചുകൊണ്ട് വാക്കുകൾ ഉപസംഹരിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.